നമ്മൾ ഇത്തവണ ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണെന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ചത് നിങ്ങളുടെ പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ഷാജി തന്നെയാണ്. അദ്ദേഹത്തെ ഒന്ന് പോയി തിരുത്തുന്നത്. തൃശ്ശൂർ ജില്ലയിൽ BJP ജയിക്കുമ്പോൾ അവിടെ മതേതരത്വത്തിന് ഇടിവ് പറ്റിയെന്ന് ആശങ്കപ്പെടുന്ന ഒരാളും, ഒരു മാധ്യമപ്രവർത്തകനും, ഒരു രാഷ്ട്രീയ നിരീക്ഷകനും മലപ്പുറം ജില്ലയിൽ ഒരു സാമുദായിക പാർട്ടിക്ക് സമ്പൂർണ്ണ മേധാവിത്വം ഉണ്ടാവുമ്പോൾ യാതൊരു ആശങ്കയുണ്ടായ ഒരു അനുഭവം പറയാം. ഈ മുസ്ലിം മത വിമർശകനായിട്ടുള്ള ആരിഫ് ഹുസൈൻ തീവത്ത് എന്ന് പറയുന്ന ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള ഒരു കമന്റാണ്, 6 മാസം കഴിയട്ടെ നിന്നെയൊക്കെ ജാമ്യമില്ലാ വകുപ്പുള്ള കേസിലെടുത്തിട്ട് നിന്നെയൊക്കെ ഞങ്ങൾ അകത്താക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭീഷണി. ആ ഭീഷണി പുറപ്പെടുവിച്ചിട്ടുള്ള ആള് ഒരു കോൺഗ്രസ്സുകാരനോ ഒരു മുസ്ലിം ലീഗുകാരനോ പോലുമല്ല. ഓക്കെ, എനിക്ക് മുമ്പ് സംസാരിച്ച മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ടുള്ള ഷാഫി ചാലിയും മാറാട് കലാപത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തെ തിരുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് കരുതാണ്. അല്ലെങ്കിൽ മാറാടിലെ ബലിദാനികളുടെ കുടുംബം എന്നോട് ക്ഷമിക്കില്ല. നോക്കൂ, എന്താ എന്റെ ഉദ്ദേശം? UDF-ന് യാതൊരു പങ്കുമില്ലാത്ത കലാപമായിരുന്നു അത് എന്നല്ല ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞത്. മുസ്ലിം ലീഗ് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള കലാപമായിരുന്നു എന്നാണ് തോമസ് പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള എൻക്വയറി കമ്മീഷൻ കണ്ടെത്തിയത്. മുസ്ലിം ലീഗ് പ്രവർത്തകരായിട്ടുള്ള 62 പ്രതികളെ ജീവപര്യന്തം ശിക്ഷിച്ചിട്ടുള്ള മുസ്ലിം ലീഗിനെ പേരെടുത്ത് പരാമർശിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് തോമസ് പി ജോസഫ് കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കലാപത്തിൽ UDF-ന് പങ്കില്ലെന്നും ദയവായിട്ട് അങ്ങ് പറഞ്ഞു ഒഴിയരുത്. അതിനൊരു തീരുമാനമായി ആ കലാപത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഓടി ഒളിച്ചിട്ട് പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഒളിച്ചിട്ടുള്ള പള്ളിയിൽ നിന്ന് അവരെ സംരക്ഷിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരു കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് മാറാട് എത്തിയിട്ടുള്ള അനുഭവമൊക്കെ മലയാളികൾ മറന്നിട്ടില്ല എന്നുള്ളതെങ്കിലും നിങ്ങൾ ഓർക്കണം. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശരി, ഇനി വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ വരാം. നമുക്ക് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയോട് വ്യക്തിപരമായി ഞാൻ യാതൊരു നിലയ്ക്കും യോജിക്കുന്നില്ല. ഇടതുപക്ഷത്തിന്റെ തുടർഭരണം കേരളത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്നാൽ സാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ആ പ്രസ്താവന നടത്തുമ്പോൾ ആ പ്രസ്താവന എന്തുകൊണ്ട് അദ്ദേഹം നടത്തുന്നു എന്നതിലേക്കും നമ്മൾ അന്വേഷണം പോകാതെ വെള്ളാപ്പള്ളി നടേശനെ ഒരു ന്യൂനപക്ഷ വിരുദ്ധനായി, ഒരു വർഗീയവാദിയായി ചാപ്പ കുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്ന ശൈലിയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സമുദായ സംഘടനയുടെ നേതാവിന് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നത്? പ്രത്യേകിച്ചും ഹിന്ദു സമുദായ സംഘടനകൾക്കെല്ലാം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള ധാരാളം ഹിന്ദുവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളോട് മാനസികമായി തന്നെ വലിയ വിപ്രതിപത്തിയും വലിയ എതിർപ്പുള്ളവരാണ്. അതാണോ ആ സമുദായ സംഘടനകളുടെ നേതൃത്വം പ്രകടിപ്പിക്കുന്നത്? നോക്കൂ, ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ല, LDF-ന്റെ പ്രചാരകനെ പോലെ പ്രവർത്തിക്കുകയാണ്. നോക്കൂ, ശബരിമല ഒരു വൈകാരിക വിഷയമാണല്ലോ. ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയം ഉണ്ടായപ്പോൾ സമരം ആദ്യം ആരംഭിച്ചത് ആരാണ്? NSS ആണ്. NSS തുടങ്ങി, പിന്നെ അത് നാമജപ പ്രതിഷേധങ്ങളായി, പിന്നീടാണ് സംഘപരിവാർ സംഘടനകളൊക്കെ വരുന്നത്. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ഈ 2026 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹൈന്ദവ സാമുദായിക സംഘടനകളുടെ SNDP-യുടെയും NSS-ന്റെയും ബ്ലാങ്ക് ചെക്കാണ് പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്നത്. ആണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ മുഴുവിപ്പിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ ഇടപെടലിന്റെ ആവശ്യം വന്നത്. ഞാൻ അത് തന്നെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അത്ര എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടി UDF നേടിയിട്ടുള്ള മുന്നേറ്റം വെച്ച് നോക്കുന്ന സമയത്ത് പകരമായി വരുന്നത് UDF ആണെങ്കിൽ അത് അതിനേക്കാൾ വലിയ വിപത്താവുമോ എന്ന ആശങ്കയാണ് പലപ്പോഴും ഹിന്ദു സമുദായ സംഘടനകളെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിക്കുന്നത്. അതിന് കാരണം ഇവിടെ ഇടതുപക്ഷത്തിന്റെ ജനവിരുദ്ധമായിട്ടുള്ള ആ ഭരണത്തിന് അതിന് ബദലായിട്ട് ഒരു ജനക്ഷേമകരമായിട്ടുള്ള സദ്ഭരണത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ഭരണത്തെ അല്ല ഇവർ UDF ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. പകരം അവർ ഊന്നുന്നത് ന്യൂനപക്ഷ മുസ്ലിം വോട്ട് ബാങ്കിൽ ഊന്നിക്കൊണ്ടുള്ള, തീവ്ര മുസ്ലിം വോട്ട് ബാങ്കിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ബദലിനാണ് അവർ ഊന്നിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇത്തരത്തിലുള്ള ആശങ്കയ്ക്ക് സൃഷ്ടിക്കുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും SDPIയുടെ PFI എന്ന് പറയുന്ന നിരോധിതമായിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയുടെ രാഷ്ട്രീയ ആമായിട്ടുള്ള SDPIയുടെ, അതേപോലെ തന്നെ മൗദൂദിയുടെ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണം, ശരിയായ നിയമത്തിന് കീഴിൽ കൊണ്ടുവരണം എന്ന് പ്രഖ്യാപിക്കുന്ന മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള വെൽഫെയർ പാർട്ടി പോലെയുള്ള സംഘടനകളുടെ പിന്തുണയും അവരുടെ പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തവും നിർലജ്ജം സ്വീകരിച്ചുകൊണ്ട് അവരെ കൂടി മുന്നണിയുടെ ഭാഗമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്യുന്ന ഈ പറയുന്ന UDF-ന്റെ രാഷ്ട്രീയ ശൈലി കാണുന്ന സമയത്ത് ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ന്യൂനപക്ഷ ഭരണമാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്കയാണ്. നല്ല ഐഡിയ. താൻ ജാതകം നോക്കേണ്ട കാര്യമില്ല, തന്റെ ജാതകം ഞാൻ പറഞ്ഞുതരാം. വളരെ കൃത്യമായി കേരളത്തിന്റെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഒരു കാലത്ത് BJP-യുടെ നേതാവായിരുന്നില്ല. അദ്ദേഹം ഞങ്ങളുടെ താരപ്രചാരകനുമായിരുന്നില്ല. അതൊക്കെ നിങ്ങൾ പറയുന്ന വാചകങ്ങളാണ്. BDJS എന്ന് പറയുന്ന പാർട്ടി BJP-യുടെ സഖ്യകക്ഷിയാണ്. ഒരു ഔദ്യോഗിക ചുമതലയിലും വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടായിട്ടില്ല. ഞാൻ പറയട്ടെ സാർ, ഞാൻ തുടങ്ങുമ്പോഴേ ഇങ്ങനെ ഇടപെടുന്നത് എന്തിനാണ്? ബാക്കിയുള്ളവർ മുഴുവൻ ഈ മൈതാന പ്രസംഗം മുഴുവൻ നടത്തുമ്പോൾ നിങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ.
വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണ് ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. 23% വരുന്ന ഒരു സമൂഹമാണത്. ആ സമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആകുന്ന ഒരു നേതാവിനെ, ഒരു സമുദായ നേതാവിനെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളുടെ പേരിൽ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ, അതായത് അദ്ദേഹം മലപ്പുറം ജില്ലയെ പറ്റി പറയുമ്പോൾ തന്നെ അത് മുസ്ലിം സമൂഹത്തെ പറ്റിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വർഗീയവാദിയും നിഷ്ഠനുമൊക്കെ ആക്രമിക്കാൻ തയ്യാറാവുന്നത്, ആ വിഭാഗത്തെ പിണയ്ക്കാനും കുഴപ്പമില്ല, അദ്ദേഹത്തെ ആക്രമിക്കുമ്പോൾ സന്തോഷിക്കുന്ന വിഭാഗത്തിന്റെ പിന്തുണയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് വളരെ കൃത്യമായി നിശ്ചയിച്ചത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? കാരണം വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം റൈറ്റിംഗ് ഓൺ ദ വാൾ ഇസ് വെരി ക്ലിയർ. അവർക്ക് എഴുത്ത് മനസ്സിലായി. നിങ്ങൾ പറയുന്ന പോലെ ന്യൂനപക്ഷ വോട്ട് കിട്ടില്ല എന്നുള്ള കാര്യം ഇടതുപക്ഷത്തിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ളത്? മലപ്പുറം ഒരു പച്ചപ്പാടം എന്നായിരുന്നു മലയാള മനോരമയിലെ ഒന്നാമത്തെ പേജിലെ വാർത്ത. മലപ്പുറം ഒരു പച്ചപ്പാടം. ഞാൻ പറയുന്നതല്ല, കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പറഞ്ഞാണ്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ 32 സീറ്റിലെ 32 സീറ്റ് UDF. അവിടെ LDF-നോ BJP-ക്കോ ഒരു സീറ്റും ഇല്ല. അവിടെയുള്ള 15 ബ്ലോക്ക് പഞ്ചായത്തിലെ 14 ബ്ലോക്ക് പഞ്ചായത്തുകളും UDF-ന്. അതിൽ തന്നെ 4 ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണമായിട്ട് മുസ്ലിം ലീഗിനാണ്. അവിടെ LDF-ന് യാതൊരു ഇതുമില്ല. 12 മുനിസിപ്പാലിറ്റികളിലെ 11 മുനിസിപ്പാലിറ്റികൾ UDF-ന്. 94 പഞ്ചായത്തുകളിലെ 91 പഞ്ചായത്തുകളും UDF-ന്. ഇവിടെ ചോദിക്കാനും പറയുന്ന ആരുമില്ലേ? അതായത് മുസ്ലിം ലീഗിന്റെ തേരോട്ടം, മുസ്ലിം ലീഗിന്റെ സമഗ്രാധിപത്യമാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് മലപ്പുറം ഒരു പച്ചപ്പാടെന്ന് പറഞ്ഞത്. തിരുവനന്തപുരം ജില്ലയിൽ BJP ജയിക്കുമ്പോൾ അവിടെ മതേതരത്വത്തിന് ഇടിവ് പറ്റിയെന്ന് ആശങ്കപ്പെടുന്ന ഒരാളും, ഒരു മാധ്യമപ്രവർത്തകനും, ഒരു രാഷ്ട്രീയ നിരീക്ഷകനും മലപ്പുറം ജില്ലയിൽ ഒരു സാമുദായിക പാർട്ടിക്ക് സമ്പൂർണ്ണ മേധാവിത്വം ഉണ്ടാവുമ്പോൾ യാതൊരു ആശങ്കയും ഉണ്ടാവില്ല. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. 102 സീറ്റുകളിൽ SDPI ജയിക്കുന്നു. 277 സീറ്റുകളിൽ SDPI 2ാം സ്ഥാനത്ത് വരുന്നു. 16 പഞ്ചായത്തുകളുടെ ഭരണസമിതി രൂപീകരണത്തിൽ SDPI നിർണായകമായിട്ടുള്ള സ്വാധീനം വഹിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ആർക്കും മതേതരത്വം ഇടിയുന്നതായി തോന്നുന്നില്ല. അപ്പൊ മുന്നേ തന്നെ 5ാം മന്ത്രി വിവാദം മുതൽ കേരളത്തിൽ നിൽക്കുന്ന ഒരു വാദമാണ് UDF വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷ ഭരണമാണുള്ളത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ്, അതേപോലെ തന്നെ വ്യവസായ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് പോലെയുള്ള വകുപ്പുകൾ തീരെഴുതി കൊടുത്തിട്ടുള്ളതാണ്. അത് മുസ്ലിം ലീഗ് മാത്രമുള്ളപ്പോൾ ഇപ്പൊ മുസ്ലിം ലീഗും SDPI-യും ജമാഅത്തിന്റെ വെൽഫെയർ പാർട്ടിയും കൂടി ചേർത്തുള്ള ഒരു മുന്നണി വരുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മണി, മസിൽ, ഐഡിയോളജി മൂന്നും കൂടി ഒന്നിച്ചു വരുമ്പോൾ അവർ നിയന്ത്രിക്കുന്ന ഭരണം എങ്ങനെയാവുന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ട് ഇവർക്കുണ്ട്. എന്തിനുള്ള പുറപ്പാടാണ്ടോ? സ്വർണ്ണക്കടത്ത്, ശബരിമലയിലെ സ്വർണ്ണം കട്ട വിഷയത്തിൽ ഞങ്ങൾ CPM-നെതിരെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ കോൺഗ്രസിന് വേണ്ടിയിട്ട് BT-യുമായിട്ട് സംസാരിക്കുകയെന്ന് പറയുന്നത് പോലത്തെ വെറും വിദണ്ഡവാദമാണ് ഈ പറയുന്ന UDF-ന്റെ വർഗീയ പ്രീണനത്തിനെതിരെ പറയുന്ന സമയത്ത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം പറയാം. ഈ മുസ്ലിം മതവിമർശകനായിട്ടുള്ള ആരിഫ് ഹുസൈൻ തീവത്ത് എന്ന് പറയുന്ന ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള ഒരു കമന്റാണ്, 6 മാസം കഴിയട്ടെ, നിന്നെയൊക്കെ ജാമ്യമില്ലാ വകുപ്പുള്ള കേസിലെടുത്തിട്ട് നിന്നെയൊക്കെ ഞങ്ങൾ അകത്താക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭീഷണി. ആ ഭീഷണി പുറപ്പെടുവിച്ചിട്ടുള്ള ആള് ഒരു കോൺഗ്രസ്സുകാരനോ ഒരു മുസ്ലിം ലീഗുകാരനോ പോലുമല്ല. നമ്മളെയാണല്ലോ മച്ചമ്പി. അദ്ദേഹം നടത്തുന്ന, ആരിഫ് ഹുസൈൻ നടത്തുന്ന മതവിമർശനത്തിൽ പ്രകോപിതനായിട്ടുള്ള ഒരു മതവിശ്വാസി പറയുന്ന കമന്റാണ് എന്ത്, 6 മാസം കഴിയട്ടെ, ഞങ്ങളുടെ ഭരണം വന്നു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ അകത്താക്കുന്നത്. ഈ ട്രെൻഡ് ഉള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിഭാഗം ഞങ്ങളുടെ ഭരണമാണ് വരാൻ പോകുന്നത് എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ആഘോഷം, ആ ആഘോഷം ഉണ്ടാക്കുന്ന കൺസൾട്ടേഷൻ ഉണ്ട്. ആ കൺസൾട്ടേഷൻ സ്വാഭാവികമായിട്ട് ആരെയാണ് സഹായിക്കാൻ പോകുന്നത്? ആ കൺസൾട്ടേഷൻ സ്വാഭാവികമായിട്ട് സഹായിക്കാൻ പോകുന്നത് LDF-നെയാണ്. ഞങ്ങൾ ഈ UDF-കാരോട് പറയുന്നത്, നിങ്ങൾ പൊടിക്കടങ്ങ്, നിങ്ങൾ ഈ പറയുന്ന വർഗീയ ശക്തികളൊന്ന് നിലക്ക് നിർത്താൻ തയ്യാറാവ്. നിങ്ങളുടെ തോളിന്റെ മുകളിൽ കയറി ഇരുന്നുകൊണ്ട് ഈ കാഹളം മുഴുക്കാൻ അവരെ അനുവദിക്കാതിരിക്കൂ. അങ്ങനെ അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തങ്കത്താലത്തിൽ ഇവിടെ ഹിന്ദു കൺസൾട്ടേഷൻ ഉണ്ടാക്കിക്കൊണ്ട് LDF-നെ വീണ്ടും ഭരണത്തിൽ എത്തിക്കാനാണ് നിങ്ങൾ സഹായിക്കുന്നത്. ഈ പറയുന്ന SDPI-ന്റെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും വിജയാഹ്ലാദ പ്രകടനങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ബദലായിട്ടുള്ള ധ്രുവീകരണം സൃഷ്ടിക്കുകയും ആ ധ്രുവീകരണം ഇടതുപക്ഷത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് തുടർ ഭരണത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഈ എന്താ പറയാ, ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളിലുള്ള ഹിന്ദു വോട്ടർമാർക്കുള്ള ഉത്തരവാദിത്വം മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിലെ മുസ്ലിം വോട്ടർമാർക്ക് ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കണം. അവിടെ ഈ പറയുന്ന UDF എന്ന് പറയുന്ന SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും ഈ മുസ്ലിം ലീഗും ഒക്കെ ചേർന്നുള്ള സംഘടനയ്ക്ക് പൂർണ്ണമായിട്ടുള്ള സമ്മതി പിന്തുണ അവർ കൊടുക്കുമ്പോൾ അവർ മുസ്ലിം ന്യൂനപക്ഷ പൊളിറ്റിക്സിനാണ് പിന്തുണ കൊടുക്കുന്നത്. അതിനെ വിമർശിക്കാൻ തയ്യാറാവണം. കൊച്ചിലെ കൂടെ കളിക്കുന്ന പ്രായത്തിൽ തുടങ്ങിയ നീ ആ ചെറുക്കനെ മൂപ്പിക്കാൻ വേണ്ടിയുള്ള വിസിലടി വയസ്സുകളൊക്കെ തോനായില്ലേ? മതേതരത്വം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രം ബാധ്യതയല്ല. മതേതരത്വത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ ഈ പറയുന്ന വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്ന ആളുകളെ തള്ളി പറയുന്ന ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ടെന്ന് പറയണം. അവിടെ നിങ്ങളൊരു ആൾക്കാർ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് സമുദായ സംഘടനകളെ മാത്രം ജയിപ്പിക്കുകയും ബാക്കി സ്ഥലങ്ങളിൽ മറ്റുള്ള ആളുകൾ ജയിക്കുമ്പോൾ അവിടെയുള്ള മതേതരത്വത്തെ പറ്റിയിട്ട് വീൺവാക്ക് പറയുന്നത് സംബന്ധമാണ്. ഞാൻ മാറാട് മാസക്കർ 2003 കമ്മിറ്റിയെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗം മാത്രം വായിക്കാം. The judicial commission that investigated the incident concluded leaders of the Indian Union Muslim League were directly involved in both the conspiracy and the massacre. The commission decided in 2003 that the incident was a clear communal conspiracy with Muslim fundamentalist organizations involved. അതായത് മുസ്ലിം വർഗീയ സംഘടനകൾ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു വർഗീയ കലാപമാണെന്ന് തോമസ് ബി ജോസഫിന്റെ റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഇത്
പറഞ്ഞോളൂ. മലപ്പുറം ജില്ലയിലും മറ്റ് കേരളത്തിലുടനീളം ഭരണം പിടിച്ചത് ഹിന്ദു സഹോദരങ്ങൾക്ക് കൂടി വേണ്ടിയാണ് എന്നുള്ള കാര്യം അദ്ദേഹം ആദ്യം സ്വന്തം പാർട്ടിയിലെ ഷാജി എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കാരണം നമ്മൾ ഇത്തവണ ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണെന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ചത് നിങ്ങളുടെ പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ഷാജി തന്നെയാണ്. അദ്ദേഹത്തെ ഒന്ന് പോയി തിരുത്തുന്നത് നന്നായിരിക്കും ആദ്യം. മതമല്ല പ്രശ്നം എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. അപ്പൊ തട്ടിപ്പാണല്ലേ? ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?